ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള റഷ്യയുടെ നിലപാട് എന്തായിരുന്നു? ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ പലരുടെയും മനസ്സിൽ വന്നിരിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചപ്പോൾ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തപ്പോൾ റഷ്യയുടെ അഭിപ്രായം എന്തായിരുന്നു? റഷ്യ എന്തുകൊണ്ടാണ് പണ്ടത്തെ പോലെ ഇന്ത്യയെ കൈയയച്ച് പിന്തുണയ്ക്കാൻ മുന്നിൽ വന്നു നിൽക്കാത്തത് എന്ന് പലർക്കും തോന്നിയേക്കാം. റഷ്യയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനവും ബ്രഹ്മോസ് മിസൈലും ഉൾപ്പെടെയുള്ള റഷ്യയുടെ പ്രതിരോധ ഉപകരണങ്ങൾ വാർത്തയിൽ ഇടം നേടിയിരുന്നു. ഇതിൽ ബ്രഹ്മോസ് മിസൈല് റഷ്യയുടെ മാത്രമല്ല, അത് ഇന്ത്യയുടെയും കൂടിയാണ്. അതൊരു സംയുക്ത ഉൽപ്പന്നമാണ്. എന്നാൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരായ നടപടിയിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഉന്നത റഷ്യൻ അധികാരികൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറും പിന്നെ സംജാതമായ ആ സംഘർഷാവസ്ഥയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? സമീപകാല സംഭവ വികാസത്തെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട ചില വിശദാംശങ്ങൾ ഈ വീഡിയോയിൽ വളരെ ലളിതമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള റഷ്യയുടെ നിലപാട് എന്താണ്? ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് റഷ്യ പിന്തുണയ്ക്കുകയോ എതിർക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. ഏറ്റവും അതിശയകരമെന്ന് പറയട്ടെ, പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ പാകിസ്ഥാന്റെ തീവ്രവാദ ശൃംഖലയെക്കുറിച്ച് റഷ്യ അഭിപ്രായമേ പറഞ്ഞില്ല. എല്ലാ കക്ഷികളോടും സംയമനം പാലിക്കാനും പ്രാദേശിക സ്ഥിരതയ്ക്കായി സംഭാഷണത്തിനും ചർച്ചകൾക്കും മുൻഗണന നൽകാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞത്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം തന്ത്രപരം മാത്രമല്ലെന്ന് വായനക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിരുന്നാലും ഉക്രൈൻ യുദ്ധത്തിന് ശേഷമുള്ള തന്ത്രപരമായ ലോക സാഹചര്യം വളരെയധികം മാറിയിരിക്കുന്നു എന്ന് പറയുന്നതാകും ശരി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉഭയകക്ഷി ചർച്ചകൾക്കിടെയുള്ള ക്ഷണത്തെ തുടർന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യ സന്ദർശിക്കും. മറ്റൊരു സുപ്രധാന സംഭവ വികാസത്തിൽ റഷ്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്ത പോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ടെലിഫോണിൽ ചർച്ചകൾ നടത്തിയിരുന്നു. BRICS സവിശേഷമായ ഒരു പങ്കാളിത്തമെന്ന് വിശേഷിപ്പിച്ച ഇന്ത്യ റഷ്യ ബന്ധങ്ങളുടെ തന്ത്രപരമായ ശക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇരു നേതാക്കളും ഫോണിൽ സംസാരിച്ചു. പഹൽഗാമിൽ അടുത്തിടെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ പ്രസിഡന്റ് പുടിൻ അനുശോചനം അറിയിച്ചതായി വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. തീവ്രവാദത്തിനെതിരെ പോരാടുന്നതിൽ തുടർച്ചയായി സഹകരണത്തിന്റെ അടിയന്തര ആവശ്യകത ഇരുപക്ഷവും ഊന്നി പറഞ്ഞു. പരമ്പരാഗത വാർഷിക ഉഭയകക്ഷി ഉച്ചകോടിക്കായി ഇന്ത്യ സന്ദർശിക്കാൻ പ്രസിഡന്റ് പുടിനെ പ്രധാനമന്ത്രി മോദി ക്ഷണിച്ചു. BRICS പറയുന്നത് പ്രകാരം റഷ്യൻ പക്ഷം അതിനെ ഊഷ്മളമായി സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു എന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറും ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് റഷ്യ വ്യക്തമായ ഒരു അഭിപ്രായമൊന്നും പറഞ്ഞില്ല. പണ്ടത്തെ പോലെ ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന, വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്ന, അതായത് തുർക്കി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന പോലെ എന്നുമുള്ള ഒരു പിന്തുണയൊന്നും റഷ്യ നൽകിയില്ല എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. എപ്പോഴും ആഗോള സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ശാക്തികമായ ബന്ധങ്ങളും ചേരികളും സൗഹൃദങ്ങളും വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇന്ത്യയെ വലിയൊരു വിപണിയായി അല്ലെങ്കിൽ ആയുധങ്ങളുടെയും മറ്റുമൊക്കെ ഒരു വിപണിയായി കാണുന്ന ഒരു സമീപനമാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്കും റഷ്യയ്ക്കുമുള്ളത്. അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു വിപണി, അത് അമേരിക്കയാകട്ടെ, ഫ്രാൻസ് ആകട്ടെ, റഷ്യ ആകട്ടെ, കാലാകാലങ്ങളിൽ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ വളരെ വ്യത്യാസം വരികയാണ്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കാൻ, ആയുധങ്ങൾ സ്വന്തമായി വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇന്ത്യ ഒരു വലിയ ഒരു ആയുധ ഉൽപാദന രാജ്യമായിട്ടുള്ള ഒരു മുന്നേറ്റവുമൊക്കെ പല രാജ്യങ്ങൾക്കിടയിലും ഇന്ത്യയോടുള്ള ഒരു ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് പല റിപ്പോർട്ടുകളും വരുന്നത്. എന്നാൽ ഇന്ത്യക്ക് റഷ്യയ്ക്ക് പുറമേ കാണുന്നത് പോലെ ഒരു അസ്വാരസ്യങ്ങളൊന്നും നിലവിലില്ല എന്നതാണ് സത്യം. കഴിഞ്ഞ വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണ റഷ്യ സന്ദർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദശകത്തിൽ അദ്ദേഹം വ്ളാഡിമിർ പുടിനുമായി 17 തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. മോസ്കോയുടെ ഉക്രൈൻ അധിനിവേശത്തിന് മുമ്പ് ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ വെറും 2% മാത്രമായിരുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ. 2024 ജൂൺ ആയപ്പോഴേക്കും അത് 40%-ലധികമായി ഉയർന്നു. ഡിസംബറിൽ ഇന്ത്യൻ സ്വകാര്യ റിഫൈനറി കമ്പനിയായ റിലയൻസിന് പ്രതിദിനം 5 ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ വിതരണം ചെയ്യുന്നതിനായി ഇരു രാജ്യങ്ങളും 10 വർഷത്തെ $13 ബില്യൺ കരാറിലാണ് ഒപ്പുവെച്ചത്. അതുപോലെ ആണവ ഊർജത്തിലും ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നുണ്ട്. റഷ്യയുടെ സ്റ്റേറ്റ് ആണവോർജ ദാതാക്കളായ റോസാറ്റമിന് ഇന്ത്യയിൽ 6 ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാനുള്ള കരാറുണ്ട്.
പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയും റഷ്യയും ആഴത്തിൽ ഇടപെടുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഇന്ത്യയുടെ സൈനിക ഉപകരണങ്ങളുടെ 50% റഷ്യയുടേതാണെന്നും ലോകമെമ്പാടുമുള്ള റഷ്യൻ ആയുധങ്ങളുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരാണ് ഇന്ത്യയെന്നും പറയപ്പെടുന്നു. എന്നിരുന്നാലും ഉക്രൈനെതിരായി റഷ്യയുടെ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ നയതന്ത്രപരമായി ഒരു തന്ത്രം പുലർത്തിയിരുന്നു. അധിനിവേശത്തെ അപലപിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്തില്ല. മോസ്കോയുടെ നടപടികളെ അപലപിക്കുന്ന UN പ്രമേയങ്ങളിൽ നിന്ന് ഇന്ത്യ നിരവധി തവണ വിട്ടുനിൽക്കുകയും ചെയ്തു. കൂടാതെ റഷ്യയ്ക്ക് നിയന്ത്രിത നിർണായക സാങ്കേതിക വിദ്യകൾ നൽകുന്ന രണ്ടാമത്തെ വലിയ രാജ്യവുമാണ് ഇന്ത്യ. എന്നാൽ ശീതയുദ്ധം പോലെയല്ല, റഷ്യയ്ക്ക് പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധമാണ് ഇപ്പോഴുള്ളതെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2023 ഉഭയകക്ഷി വ്യാപാരം, അവർ തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $1 ബില്യൺ ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എക്കാലത്തെയും ഉയർന്ന നിലയാണ്. 2024 ബ്രിക്സ് സാമ്പത്തിക കൂട്ടായ്മയിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തുന്നതിന് പിന്തുണയ്ക്കുമെന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സി ഓവർചുക്ക് പറഞ്ഞിരുന്നു. 2011 മുതലുള്ള പാകിസ്ഥാൻ റഷ്യ ബന്ധം വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എങ്കിലും അതിന് ആയുധ സാങ്കേതിക വിദ്യയുമായിട്ടൊന്നും ബന്ധമില്ല നിലവിൽ. അത് ഒരുപക്ഷെ ഇന്ത്യയെ പിണക്കാതിരിക്കാൻ റഷ്യ സ്വീകരിച്ച തന്ത്രപരമായ ഒരു നിലപാടാണ്. 2017 ഇസ്ലാമാബാദ് മോസ്കോയുടെയും ബെയ്ജിങ്ങിൻ്റെയും നേതൃത്വത്തിലുള്ള ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ചേർന്നു. അതിന് 4 വർഷത്തിന് ശേഷം കറാച്ചിയിൽ നിന്ന് ലാഹോറിലേക്ക് ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ നിർമ്മിക്കുന്നതിനുള്ള കരാറിൽ റഷ്യയും പാകിസ്ഥാനും ഒപ്പുവെച്ചു. ഇസ്ലാമാബാദും മോസ്കോയും തമ്മിലുള്ള ബന്ധം വളർന്നു വരുന്നുണ്ടെങ്കിലും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പാകിസ്ഥാന്റെ നിഷ്പക്ഷ നിലപാടും ഉക്രൈന് ആയുധങ്ങൾ വിതരണം ചെയ്തതായി ആരോപിക്കുന്നതും കാരണം ഇരു രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോഴും ഒരു നിശ്ചിത അളവിനുള്ള അവിശ്വാസം നിലനിൽക്കുന്നുണ്ട് എന്നത് സത്യമാണ്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ റഷ്യയും ഇന്ത്യയും നിരവധി ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പ്രധാനമായും റഷ്യയ്ക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ ക്വാഡിൽ അംഗമാവുന്നതിനെ കുറിച്ചാണ്. കാരണം ക്വാഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചൈനയ്ക്കെതിരെയുള്ള ഒരു പാശ്ചാത്യ ചില ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ക്വാഡ്. അപ്പം ഈ ക്വാഡിൽ ഇന്ത്യ അംഗമാകുന്നതിൽ റഷ്യയ്ക്ക് സ്വാഭാവികമായും ഒരു സംശയം ഇന്ത്യയോട് ഉണ്ട്. കാരണം ഇന്ത്യ ഇപ്പോഴും അത് ഈ ചൈന എന്ന് പറയുന്ന ഒരു രാജ്യം കാരണമാണ് ഇന്ത്യ കൂടുതലായിട്ട് പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്നതാണ് സത്യം. അതുപോലെ തന്നെ ചൈന ഇന്ത്യയോട് കാണിക്കുന്ന പല നെറുകേടുകളിലും റഷ്യ മൗനം പുലർത്തുന്നുണ്ട്. അതും തന്ത്രപരമായ മൗനമാണ് പുലർത്തുന്നത്. ലഡാക്കിൽ ചൈന കടന്നു കയറുന്നതും അരുണാചലുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുമൊക്കെ റഷ്യ അധികം ഇടപെട്ട് കണ്ടിട്ടില്ല.